ആഗ്രഹത്തോടെ മൊറോക്കോയിൽ 5 ഫ്രാൻസിസ്കൻ വൈദികർ രക്തസാക്ഷികളായപ്പോൾ അവരെ പിഞ്ചെന്നുകൊണ്ട് അവിടേക്ക് കടന്നു ചെന്ന് രക്തസാക്ഷിയാകണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ഫ്രാൻസിസ്കൻ സഭയിലേക്ക് കടന്നു വരുന്നുണ്ട്. മൊറോക്കോയിലേക്ക് പോകുവാനുള്ള അനുവാദം ലഭിക്കുമ്പോൾ അവിടേക്ക് പോകും വഴി രോഗം പിടിപെട്ട് മടക്കയാത്ര നടത്തുന്നുണ്ട്. തുടർന്ന് പാതുവായിലേക്ക് കടന്നുവന്ന് പാതുവായിലെ വിശുദ്ധ അന്തോണിയായി, ലോകം അറിയപ്പെടുന്ന സമുന്നത സുവിശേഷ പ്രഭാഷകനായി, ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾക്കു വേണ്ടി തൻ്റെ സ്വപ്നങ്ങളെ വേണ്ട എന്ന് വെച്ച ഒരു വിശുദ്ധൻ, തൻ്റെ ജീവിതത്തെക്കുറിച്ച് തനിക്കുണ്ടായിരുന്ന തീരുമാനങ്ങളും കണക്കുകൂട്ടലുകളും തനിക്കുണ്ടായിരുന്ന ആഗ്രഹങ്ങളും ആശകളും പ്രതീക്ഷകളും ദൈവത്തിൻ്റെ തീരുമാനങ്ങൾക്ക് വേണ്ടി പൊളിച്ചെഴുതുവാൻ, ദൈവത്തിൻ്റെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിനു വേണ്ടി എഴുതി ചേർക്കുവാൻ തൻ്റെ ജീവിതം സമർപ്പിച്ച ഒരു വിശുദ്ധനെയാണ് വിശുദ്ധ അന്തോണിയിൽ നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും നമുക്ക് കാലാകാലങ്ങളിൽ പല തീരുമാനങ്ങളുണ്ട്, കണക്കുകൂട്ടലുകളുണ്ട്. നമ്മുടെ ജീവിതത്തെക്കുറിച്ചും നമ്മുടെ കുടുംബത്തെക്കുറിച്ചും നമ്മുടെ മക്കളെക്കുറിച്ചും മക്കളുടെ ഭാവിയെക്കുറിച്ചും ആഗ്രഹങ്ങളും ആശകളും പ്രതീക്ഷകളുമൊക്കെ നമുക്കുണ്ട്. നമ്മൾ ആ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യാറുണ്ട്. നമ്മൾ ജീവിതത്തിൽ പല സുഖങ്ങളും സൗകര്യങ്ങളും വേണ്ട എന്ന് വയ്ക്കാറുണ്ട്. നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കുവാൻ വേണ്ടി മുട്ടിന്മേൽ നിന്ന് നിരന്തരം പ്രാർത്ഥിക്കാറുണ്ട്. ദേവാലയത്തിനും വീട്ടിനകത്തും നമ്മുടെ തീരുമാനങ്ങളെല്ലാം ശരിയായി നിറവേറ്റപ്പെടുവാൻ, നമ്മുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും കണക്കുകൂട്ടലുകളും എല്ലാം നേരായ വഴിയെ മുന്നോട്ട് പോകുവാൻ, അതെല്ലാം സാഫല്യത്തിലെത്തുവാനുള്ള വലിയ പ്രാർത്ഥന നമ്മൾ നടത്താറുണ്ട്. ചില നേരങ്ങളിൽ പല മനുഷ്യർക്കും അവരുടെ ആഗ്രഹത്തിനൊത്ത് ജീവിക്കുവാൻ സാധിക്കാതെ വരും. കണക്കുകൂട്ടലുകളൊക്കെ പാളിപ്പോകും, തെറ്റിപ്പോകും. തീരുമാനങ്ങളൊക്കെ തിരുത്തി എഴുതേണ്ടി വരും. സ്വപ്നങ്ങളിൽ ഒന്നുപോലും യാഥാർത്ഥ്യമാകാതെ അതൊരു മരുപ്പച്ചയായി ഇങ്ങനെ അവശേഷിച്ച് നമ്മെ കാണിച്ച് മോഹിപ്പിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ ജീവിതത്തിൽ വല്ലാത്തൊരു നൊമ്പരത്തിൻ്റെ അവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോകും. ഇത്രയേറെ പ്രാർത്ഥിച്ചിട്ടും ഇത്രയേറെ അധ്വാനിച്ചിട്ടും ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അങ്ങോട്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നില്ലല്ലോ എന്നോർത്ത് വല്ലാത്തൊരു സങ്കടത്തിൻ്റെ, ഹൃദയമുറിവിൻ്റെ അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോകും. നമ്മുടെ ജീവിതത്തോട് തന്നെ ചിലപ്പോൾ നിരാശ തോന്നും, ദുഃഖം തോന്നും, ചിലപ്പോൾ കടുത്ത അമർഷം തോന്നും, ദേഷ്യം തോന്നും. നമ്മുടെ ജീവിതത്തിൽ ഇനി പ്രാർത്ഥിച്ചിട്ട് ഫലമില്ലെന്ന്, ദൈവത്തെ വിളിച്ചിട്ട് വലിയ കാര്യമില്ലെന്ന്, ഇതിലും കൂടുതൽ ഇനി എങ്ങനെ ദൈവത്തെ വിളിക്കണമെന്നുള്ള ചോദ്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നിരന്തരം ചോദിച്ചെന്ന് വരും. വിശ്വാസ ജീവിതത്തിൽ ഇളക്കം തട്ടിയെന്ന് വരും. ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ മറന്നുപോകുന്ന ദിവസങ്ങൾ പലത് കടന്നു പോകും. കാരണം നമ്മൾ നമ്മുടെ സ്വപ്നങ്ങളെക്കുറിച്ച്, നമ്മുടെ പ്രതീക്ഷകളെക്കുറിച്ച്, നമ്മുടെ ആശകളെയും ആഗ്രഹങ്ങളെയും കുറിച്ച് മാത്രം ചിന്തിക്കുന്നത് കൊണ്ടാണ്. നമ്മുടെ ചെറിയ സ്വപ്നങ്ങൾക്ക് മുകളിൽ ദൈവത്തിനൊരു വലിയ സ്വപ്നമുണ്ടെന്ന്, നമ്മുടെ ചെറിയ ആഗ്രഹങ്ങൾക്കും പ്രതീക്ഷകൾക്കും മുകളിൽ, നമ്മുടെ ഏറ്റവും ചെറിയ ആശകൾക്ക് മുകളിൽ ദൈവത്തിന് വലിയ പ്രതീക്ഷകളും ആശകളും ഒക്കെ ഉണ്ട് നമ്മെക്കുറിച്ച്, നമ്മുടെ കുടുംബത്തെക്കുറിച്ച് എന്നുള്ള ബോധ്യത്തിലേക്ക് നമുക്ക് കടന്നു വരുവാൻ സാധിക്കാത്തത് കൊണ്ടാണ് അപ്രകാരമുള്ള ജീവിതത്തിലേക്ക് നമ്മൾ വീണു പോകുന്നത്. വിശുദ്ധ അന്തോനീസിൻ്റെ ജീവിതത്തെ നമ്മൾ പല തലങ്ങളിൽ നിന്ന് നോക്കിക്കാണുകയും ധ്യാനിക്കുകയും ആ വിശുദ്ധൻ്റെ ജീവിതത്തിലെ പുണ്യങ്ങൾ അനുകരിക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സായാഹ്നത്തിൽ വളരെ സാഘോഷമായി ഈ വർഷത്തെ തിരുനാളിന് നമ്മൾ സമാരം കുറിക്കുമ്പോൾ ഈ ദിവസങ്ങളിലൊക്കെയും നമ്മുടെ ചിന്തകളിൽ നിറഞ്ഞു നിൽക്കേണ്ട, നമ്മുടെ ധ്യാനത്തിൽ വിഷയമാക്കേണ്ട ഒന്ന്, എൻ്റെ സ്വപ്നങ്ങൾക്കും എൻ്റെ പ്രതീക്ഷകൾക്കും എൻ്റെ ആശകൾക്കും എൻ്റെ തീരുമാനങ്ങൾക്കും വലുതായിട്ടുള്ള ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി എൻ്റെ ജീവിതത്തെ വിട്ടുകൊടുക്കുവാൻ, വിശുദ്ധ അന്തോണിയെ പോലെ വിട്ടുകൊടുക്കുവാൻ എന്നെ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാകട്ടെ. അബ്രഹാത്തെ ദൈവം വിളിച്ചു, നീ നിൻ്റെ പിതൃദേശത്തെ, നീ പിറന്ന നാടിനെ വിട്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോവുക, നിന്നെ ഞാൻ വലിയൊരു ജനതയാക്കും എന്ന്. ഓരോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പിറന്ന നാട് എന്ന് പറയുന്നത് അത് അമ്മയെ പോലെയാണ്. ജനിച്ച നാട്ടിൽ ജീവിക്കുവാനുള്ള ആഗ്രഹമുള്ള മനുഷ്യരാണ് പലരും. പലപ്പോഴും ജീവിതത്തിൽ പല കാര്യങ്ങൾ കൊണ്ടും അതിന് സാധിക്കാതെ വരുമ്പോഴും, വിദേശങ്ങളിൽ പലയിടങ്ങളിലും ആയിരിക്കുമ്പോഴും ഉള്ളിൽ നിറയെ പിറന്ന നാടിനെക്കുറിച്ചുള്ള ചിന്തയാണ്. അതൊരു വൈകാരികമായ ബന്ധമാണ്. പിറന്നു വീണ മണ്ണ്, ജനിച്ചു വളർന്ന നാട് എന്ന് പറയുന്നത്. ആ അവിടം വിട്ടെറിഞ്ഞുകൊണ്ട്
പ്രിയപ്പെട്ട മുഖങ്ങളൊക്കെ ഇനി കാണാമറയത്തേക്ക് ഉപേക്ഷിച്ചുകൊണ്ട് ദൈവം കൈ ചൂണ്ടിക്കാണിച്ച് ഇടത്തേക്ക് പോകണമെന്ന് പറയുമ്പോൾ ആ ദൈവത്തിൻ്റെ തീരുമാനത്തിന്, ദൈവത്തിൻ്റെ കൈ ചൂണ്ടലിൻ്റെ അറ്റത്തേക്ക് നടന്നു പോകുവാൻ അബ്രഹാത്തിന് കഴിഞ്ഞത് തന്നെക്കുറിച്ച് ദൈവത്തിന് ചില കണക്ക് കൂട്ടലുകളുണ്ട്. അത് താൻ കണക്ക് കൂട്ടി വച്ചിരിക്കുന്ന ചെറിയ കാര്യങ്ങളല്ല എന്നുള്ള തിരിച്ചറിവാണ്. അതുകൊണ്ട് അവനെ വലിയ ജനതയാക്കും എന്ന് പറഞ്ഞത് പിന്നീട് നിവർത്തിതമാകുന്നത് അവൻ ജനതകളുടെ പിതാവ് എന്ന് വിളിക്കപ്പെടുമ്പോഴാണ്. അവൻ ഇസഹാക്കിൻ്റെ മാത്രമല്ല പിതാവായത്, കോടാനുകോടി ജനങ്ങളുടെ, നമ്മുടെ എല്ലാവരുടെയും പിതാവായി മാറിയിട്ടുണ്ട്. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽ തീരത്തെ മണൽത്തരികൾ പോലെ നിന്റെ സന്തതികളെ ഞാൻ വർദ്ധിപ്പിക്കും. അത്രയേറെ വലിയ അനുഗ്രഹത്തിൻ്റെ സമ്പത്ത് നൽകി അബ്രഹാത്തെ ദൈവം അനുഗ്രഹിച്ചു. ദൈവത്തിൻ്റെ തീരുമാനത്തിന് സമ്മതമൊളിയപ്പോൾ ദൈവം ചൂണ്ടിക്കാണിച്ചു കൊടുത്ത സ്ഥലത്തേക്ക് നടക്കുവാൻ മനസ്സ് കാണിച്ചപ്പോൾ ദൈവം കൊടുത്ത അനുഗ്രഹമാണ്. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. 29-ാം അധ്യായം 11-ാം വാക്യം, നിന്നെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്, അത് നിൻ്റെ നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ള ശുഭമായ ഭാവിയെ കരുതിയുള്ള പദ്ധതിയാണ് എന്ന്. ദൈവത്തിൻ്റെ തീരുമാനം തെറ്റിപ്പോവുകയില്ല, ദൈവത്തിൻ്റെ കണക്ക് കൂട്ടുകൾ പഴിച്ചു പോവുകയില്ല എന്നുള്ള തിരിച്ചറിവ് വിശുദ്ധ അന്തോനീസിന് ഉണ്ടായിരുന്നു. അതുകൊണ്ടെന്താണ്, ഒരുപക്ഷെ വിശുദ്ധ അന്തോനീസിൻ ജീവിതത്തിൽ മറ്റൊരു തീരുമാനമെടുത്തിരുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ഇംഗിതങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും വിലങ്ങുതടിയായി നിന്നുകൊണ്ട് തിരിച്ചൊരു നടപ്പ് ജീവിതത്തിൽ നടത്തിയിരുന്നെങ്കിൽ ആ 5 രക്തസാക്ഷികളെ പോലെ മൊറോക്കോയിലേക്ക് പോയി കുറച്ചുനാൾ അവിടെ വചനം പ്രസംഗിച്ചിട്ട് ഒരു രക്തസാക്ഷിയായി ഒടുങ്ങുമായിരുന്നു ഈ വിശുദ്ധൻ്റെ ജീവിതം. എന്നാൽ തിരികെ വന്നുകൊണ്ട് വളരെ ചുരുങ്ങിയ കാലമെങ്കിലും ഏറ്റവും വലിയ സുവിശേഷ പ്രഘോഷകനായി മാറുവാൻ വിശുദ്ധ അന്തോനിക്ക് ദൈവം വലിയൊരു സ്വപ്നം കാത്തുവച്ചിരുന്നു. വിശുദ്ധ അന്തോനി 36-ാമത്തെ വയസ്സിൽ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുമ്പോഴും ആ ചുരുങ്ങിയ കാലത്ത് ജീവിതം കൊണ്ട് ദേശങ്ങൾക്കും കാലങ്ങൾക്കും അതീതമായി തിരുസഭയിൽ ഏറ്റവും അധികം വാഴ്ത്തപ്പെടുന്ന ഏറ്റവും സുപ്രസിദ്ധനായ വിശുദ്ധനായി വിശുദ്ധ അന്തോനി മാറുന്നുണ്ട്. എത്ര അപദാനങ്ങളാണ് വിശുദ്ധ അന്തോനിയെക്കുറിച്ച് വാഴ്ത്തുന്നത്. അഴുകാത്ത നാവിൻ്റെ ഉടമയാണ്, ദിവ്യകാരുണ്യ ഭക്തനാണ്, പാവപ്പെട്ടവരുടെ പടയാളിയാണ്. വിശുദ്ധ അന്തോനിയെ തിരുസഭയും വിശ്വാസികളും പലവിധമായ അപദാനങ്ങൾ നൽകി വാഴ്ത്തിപ്പാടുമ്പോൾ ആ ജീവിതത്തിന് വേണ്ടി ദൈവം കരുതി വച്ചത് എന്തായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. ഒരു രക്തസാക്ഷിയായി ഒടുങ്ങുവാനുള്ളതല്ല, നമുക്കൊക്കെ മാതൃകയാക്കുവാൻ, അനുകരിക്കുവാൻ, നമുക്കൊക്കെ ഏത് പ്രതിസന്ധികളിലും ഏത് അത്യാവശ്യ ഘട്ടങ്ങളിലും സാഹചര്യങ്ങളിലും വിളിച്ചു പ്രാർത്ഥിക്കുവാൻ ഒരു വിശുദ്ധനെയാണ് ദൈവം വിശുദ്ധ അന്തോനിയിൽ കരുതി വച്ചിരുന്നത് എന്ന് വിശുദ്ധ അന്തോനിക്ക് ഒരു പക്ഷേ ബോധ്യമുണ്ടായിരുന്നിരിക്കണം. അതുകൊണ്ടാണ് തൻ്റെ തീരുമാനങ്ങളും കണക്കുകൂട്ടലുകളും മാറ്റിവെച്ചുകൊണ്ട് പാളിപ്പോകാത്ത, തെറ്റിപ്പോകാത്ത ദൈവത്തിൻ്റെ തീരുമാനങ്ങൾക്ക് വേണ്ടി ജീവിക്കുവാൻ വിശുദ്ധ അന്തോനിക്ക് കഴിഞ്ഞത്. വിശുദ്ധ അന്തോനി 36-ാമത്തെ വയസ്സിൽ മരണപ്പെട്ടു. തിരുസഭയിൽ ഏറ്റവും വേഗത്തിൽ വിശുദ്ധ ഗണത്തിലേക്ക് ഉയർത്തപ്പെട്ട 2 വിശുദ്ധരിൽ ഒരാളാണ് വിശുദ്ധ അന്തോനി. വിശുദ്ധ അന്തോനി മരണപ്പെട്ടതിന് ശേഷം 352-ാമത്തെ ദിവസം പരിശുദ്ധ ഗ്രിഗറി 12-ാമൻ പാപ്പ അദ്ദേഹത്തെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി. വെറോണിയയിലെ വിശുദ്ധ പീറ്ററിനെയാണ് തിരുസഭ മരണപ്പെട്ടതിന് ശേഷം 337 വർഷങ്ങൾ കഴിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞ് വിശുദ്ധനായി പ്രഖ്യാപിച്ചത്. വളരെ വേഗത്തിൽ 1 വർഷം തികയുന്നതിന് മുൻപേ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട വിശുദ്ധ അന്തോനി. ദൈവം എത്രമാത്രം വലിയ അനുഗ്രഹമാണ് വിശുദ്ധ അന്തോനിക്ക് വേണ്ടി കരുതി വെച്ചത്. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് കൂട്ട് നിന്നപ്പോൾ, കൂടെ നടക്കുവാൻ തയ്യാറായപ്പോൾ. പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിൽ ജോസഫ് എന്നൊരു കഥാപാത്രത്തെ നമ്മൾ കാണുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ. ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായത്തിൽ വലിയ ക്ഷാമത്തിൻ്റെ കാലയളവിൽ ഇസ്രയേൽ, ജോസഫിൻ്റെ സഹോദരന്മാർ ഈജിപ്തിലേക്ക് ധാന്യം ശേഖരിക്കുവാൻ കടന്നു വരുന്നുണ്ട്. അവിടെ കടന്നു വരുമ്പോൾ ജോസഫും ധാന്യം ശേഖരിക്കുവാൻ വന്ന തൻ്റെ സഹോദരങ്ങളുമായി നടത്തുന്ന ഒരു കൂടിക്കാഴ്ചയുണ്ട്. ജോസഫ് അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ വിഷാദിക്കുകയോ സങ്കടപ്പെടുകയോ ചെയ്യേണ്ട, നിങ്ങൾ പട്ടിണി കിടന്ന് മരിക്കാതിരിക്കുവാൻ ദൈവമാണ് എന്നെ നിങ്ങൾക്ക് മുൻപേ ഇങ്ങോട്ടേക്ക് അയച്ചത് എന്നാണ്.
ഇതിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് വായിച്ചു പോകണം. ജോസഫ് അനുഭവിച്ച സങ്കടങ്ങളും വേദനകളും അറിയുവാൻ. ജോസഫിന് സ്വന്തം സഹോദരങ്ങളാൽ പരിത്യജിക്കപ്പെട്ട ഒരു കാലയളവുണ്ടായിരുന്നു. ജോസഫിനെ സ്വന്തം സഹോദരങ്ങളെക്കാൾ അധികമായി പിതാവായ യാക്കോബ് സ്നേഹിക്കുന്നുണ്ട് എന്ന് സഹോദരങ്ങൾ തിരിച്ചറിയുമ്പോൾ അവർക്ക് സഹോദരനായ ജോസഫിനോട്, തങ്ങളുടെ അമ്മയുടെ അതേ ഉദരത്തിൽ പിറന്ന ജോസഫിനോട് വലിയ അമർഷം തോന്നുകയും ആ അമർഷത്തിനൊടുവിൽ അവനെ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിയുകയും അവിടെ നിന്നെടുത്ത് 20 വെള്ളിക്കാശിന് ഈജിപ്തിൽ അടിമയായിട്ട് വിൽക്കപ്പെടുകയും ചെയ്തു. സ്വന്തം സഹോദരങ്ങൾ അവനോട് ചെയ്ത വലിയ പാതകങ്ങളാണ്. പൊട്ടക്കിണറ്റിൽ വലിച്ചെറിഞ്ഞു, 20 വെള്ളിക്കാശിന് ഈജിപ്തിൽ അടിമയായിട്ട് വിറ്റുകളഞ്ഞു. ഈ 17-ാമത്തെ വയസ്സിൽ യൗവനത്തിൽ അമ്മയുടെയും അപ്പൻ്റെയും സഹോദരങ്ങളുടെയും ചൂട് പറ്റി കിടക്കേണ്ട സമയത്ത് അവൻ വിദൂരദേശത്ത് അടിമയായിട്ട് വിൽക്കപ്പെട്ടു. അവിടെ കാരാഗ്രഹത്തിൽ, തടവറയിൽ, ഏകാന്തതയിൽ അപ്പൻ്റെ സ്നേഹത്തെ ഓർത്ത്, അമ്മയുടെ സ്നേഹത്തെ ഓർത്ത്, സഹോദരങ്ങളുടെ പരിത്യജിക്കലുകളെ ഓർത്ത്, വെറുപ്പിനെ ഓർത്ത് സങ്കടപ്പെട്ട് ഹൃദയം നുറുങ്ങുന്ന വേദനയിൽ അവൻ തള്ളി നീക്കിയ നാളുകളുണ്ട്. അവൻ അനുഭവിച്ച പരീക്ഷണത്തിൻ്റെ കാലഘട്ടങ്ങളുണ്ട്. ഒടുവിൽ ഫറോവയുടെ ദേശാധിപതിയായി മാറുമ്പോൾ അവിടെ അവൻ്റെ ശോഭനമായ ഒരു ഭാവി വഴി തുറക്കുകയാണ്. അങ്ങനെ സഹോദരങ്ങളാൽ ഇത്രയേറെ തകർക്കപ്പെട്ട ഒരു മനുഷ്യൻ, ഈ സഹോദരങ്ങൾ തന്നെ കുറെ കാലം കഴിഞ്ഞ് ധാന്യം ശേഖരിക്കുവാൻ പട്ടിണിയുടെ സമയത്ത് തൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ 1000 ചോദ്യങ്ങൾ ചോദിക്കാമായിരുന്നുവെങ്കിലും താൻ അനുഭവിച്ച പരിത്യജിക്കലിൻ്റെ നൊമ്പരത്തെക്കുറിച്ച്, താൻ അനുഭവിച്ച കാരാഗ്രഹവാസത്തെക്കുറിച്ച്, ഏകാന്തതയെക്കുറിച്ച്, ദുഃഖത്തെക്കുറിച്ച്, മുറിവിനെക്കുറിച്ച് സഹോദരങ്ങളോട് നേർക്കുനേർ നിന്ന് വർത്തമാനം പറയാമായിരുന്നുവെങ്കിലും ഈ ജോസഫ് പറഞ്ഞത്, ദൈവമാണ് എന്നെ നിങ്ങൾക്ക് മുന്നേ ഇങ്ങോട്ടേക്ക് അയച്ചത്, നിങ്ങൾ വിഷമിക്കേണ്ട. ഇത് ദൈവത്തിൻ്റെ ഹിതമായിരുന്നു, ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ പദ്ധതി ആ വലിയ വേദനകൾക്ക് നടുവിലും തിരിച്ചറിയുവാൻ കഴിഞ്ഞ ഒരു മനുഷ്യൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ, വിശ്വാസ ജീവിതത്തിൽ, അനുദിന ജീവിതത്തിൽ നമ്മൾ മറന്നുപോകുന്ന ഒരു വലിയ വിചാരമാണ്, ദൈവത്തിന് നമ്മെക്കുറിച്ച് എപ്പോഴും വിചാരമുണ്ടെന്ന്, ദൈവത്തിന് നമ്മെക്കുറിച്ച് എപ്പോഴും വലിയ കണക്കുകൂട്ടലുകളുണ്ടെന്ന്, നാം ചിന്തിക്കുന്നതിനും അപ്പുറത്തുള്ള ചില കാര്യങ്ങളൊക്കെ ദൈവം തീരുമാനിച്ചുറപ്പിച്ച് നമുക്ക് വേണ്ടിയും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയും കരുതി വച്ചിട്ടുണ്ടെന്ന് നമ്മൾ പലപ്പോഴും മറന്നു പോകാറുണ്ട്. നമ്മൾ തീരുമാനിക്കുന്ന കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന മുറ പോലെ നടക്കണമെന്നും, ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന നേരത്ത് സാധിച്ചു കിട്ടണമെന്നും, സ്വപ്നങ്ങളൊക്കെ പറഞ്ഞുറപ്പിച്ച സമയത്ത് നിറവേറ്റപ്പെടണമെന്നും വല്ലാതെ ആഗ്രഹത്തിലും അത്യാഗ്രഹത്തിലും ജീവിക്കുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം അന്വേഷിക്കുവാൻ പലപ്പോഴും നമ്മൾ മെനക്കെടാറില്ല, നമ്മൾ സമയം കണ്ടെത്താറില്ല. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ അന്തോനീസിൻ്റെ ജീവിതം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഈ ദൈവഹിതം അന്വേഷിച്ചുള്ള ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരണം എന്നുള്ളതാണ്. ഈശോ ശിഷ്യന്മാരെ ഒക്കെയും വിളിച്ചു. കടൽ തീരത്തു നിന്ന് പത്രോസിനെയും അന്ത്രയോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്ന്. എന്ത് കണ്ടിട്ടാണ് അവർ ഈശോയ്ക്ക് പിന്നാലെ കടന്നുപോയത്? അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു തിരിച്ചറിവിൻ്റെ ബോധ്യം ഈശോ നൽകിയ ആ വിളിയിൽ പകർന്നു കൊടുത്തിട്ടുണ്ടാകാം. ഇവിടെ മീൻ പിടിച്ച് ശിഷ്ടകാലം ജീവിക്കേണ്ടവരല്ല, മറിച്ച് തങ്ങളെ വിളിച്ചവന് തങ്ങളെക്കുറിച്ചൊരു വലിയ പദ്ധതിയുണ്ടെന്ന്, ഈ ഗലീലി കടൽ തീരത്ത് തീരുവാനുള്ളതല്ല, ഒടുങ്ങുവാനുള്ളതല്ല തങ്ങളുടെ ജീവിതമെന്ന്, ഈ വിളിച്ചവന് വലിയൊരു തീരുമാനവും കണക്കുകൂട്ടലുകളുമുണ്ട് എന്നുള്ള തിരിച്ചറിവിൽ നിന്നാകണം അവർ അവൻ്റെ പിന്നാലെ കടന്നുപോയത്. ഈശോ ജനക്കൂട്ടത്തിൻ്റെ മധ്യേ കടന്നു പോകുമ്പോൾ കുഷ്ഠരോഗികളിൽ ഒരാൾ വന്ന് യേശുവിൻ്റെ അടുക്കൽ വന്ന് പറയുന്നുണ്ടല്ലോ, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും എന്ന്. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയുമെന്ന്. ശതാധിപൻ അവൻ്റെ ഭൃത്യന് വേണ്ടി ഈശോയുടെ അടുക്കൽ വന്ന് അപേക്ഷിക്കുന്നുണ്ടല്ലോ, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ അവനെ സുഖപ്പെടുത്തുവാൻ കഴിയും എന്ന്. അന്ധനായ മനുഷ്യൻ ആ തെരുവീതിയിൽ നിന്നുകൊണ്ട് ഉച്ചത്തിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ എന്ന്. ദൈവത്തിൻ്റെ ഇഷ്ടം അന്വേഷിച്ച മനുഷ്യരാണ്. ദൈവത്തിൻ്റെ ഇഷ്ടമെന്ന് പറയുന്നത്, ആഗ്രഹമെന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും നാശത്തിനോ നഷ്ടത്തിനോ വേണ്ടിയിട്ടുള്ളതല്ല, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി മാത്രം ഉള്ളതാണ്. കർത്താവേ, ഇതാ ഞാൻ വരുന്നു, അങ്ങയുടെ തിരുവിഷ്ടം നിറവേറ്റുവാൻ അതാണ് എൻ്റെ സന്തോഷമെന്ന്
സങ്കീർത്തനങ്ങൾ 40-ാം അധ്യായം 7-ഉം 8-ഉം വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഈശോ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ നമ്മെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചത് അങ്ങയുടെ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും നിറവേറട്ടെ എന്നാണ്. ദൈവത്തിൻ്റെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും, ദൈവത്തിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും നിറവേറട്ടെ എന്നാണ്. ഈശോ ഗെത്സമനയിൽ പ്രാർത്ഥിച്ചത് പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്നാണ്. പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം എന്തായിരുന്നു? പിതാവായ ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് അവൻ വഴി ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കുവാനല്ല, പ്രത്യുത അവൻ വഴി ലോകത്തെ രക്ഷിക്കുവാനാണ്. ലോകത്തെ മുഴുവനും രക്ഷിക്കുവാനുള്ള പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന്, തീരുമാനത്തിന് സമ്മതം പറഞ്ഞ ഈശോ, പുത്രനായ ദൈവം. പ്രിയപ്പെട്ടവരെ, പറയുവാൻ ഒത്തിരിയേറെയുണ്ട്, നമുക്കറിയാവുന്ന ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. എന്നാൽ ഇതൊക്കെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ രൂപാന്തരപ്പെടുത്തുമ്പോഴാണ്, നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാക്കുവാൻ നമ്മൾ പരിശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ശരിയായ വഴിയിലൂടെ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, തിരിച്ചറിയുവാൻ സാധിക്കുന്നത്. നിൻ്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട്, നിൻ്റെ കണ്ണുനീർ ഞാൻ എൻ്റെ കുപ്പിയിൽ ശേഖരിച്ച് വച്ചിട്ടുണ്ട്. ദൈവം നമ്മുടെ അലച്ചിലുകളും കണ്ണുനീരും കാണുന്നവനാണ്. ദൈവത്തിന് നമ്മെക്കുറിച്ച് നല്ലൊരു പദ്ധതിയുണ്ട്. വിശുദ്ധ അന്തോനീസിൻ്റെ ജീവിതത്തെ ധ്യാനിക്കുമ്പോൾ വിശുദ്ധ അന്തോനീസ് ദൈവഹിതത്തിന് കീഴ്പ്പെട്ടുകൊണ്ട്, ദൈവത്തിൻ്റെ ആഗ്രഹത്തിന് കീഴ്വഴങ്ങിക്കൊണ്ട് ജീവിച്ചതുപോലെ, അങ്ങനെ കീഴ്വഴങ്ങി ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് തന്നെ വിട്ടുകൊടുത്തതുകൊണ്ട് ഇത്രയേറെ വലിയ അനുഗ്രഹങ്ങൾ വിശുദ്ധ അന്തോനിയിൽ ദൈവം ചൊരിയാൻ ഇടയാക്കിയതുപോലെ നമ്മുടെ ജീവിതങ്ങളെയും ദൈവത്തിൻ്റെ ഇഷ്ടത്തിനും ആഗ്രഹത്തിനും സ്വപ്നങ്ങൾക്കും വിട്ടുകൊടുത്തുകൊണ്ട് ജീവിക്കുവാൻ വലിയ കൃപയും അനുഗ്രഹവും വിശുദ്ധ അന്തോനിയുടെ മാധ്യസ്ഥം വഴി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം. വിശുദ്ധ അന്തോനിയുടെ മാധ്യസ്ഥം വഴി ഈശോ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.